ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്രീം കേക്ക് ഒന്നുമല്ല കേട്ടോ ഉണ്ടാക്കണം, കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല തലവേദനയായിരുന്നു. ഇന്ന് ഭയങ്കര വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കാമെന്ന്. ഈ കേക്ക് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വെച്ച ഒരു കേക്കാണ് കേട്ടോ. ഈ കേക്കിൻ്റെ പേരാണ് മാത്യൂസ് കേക്ക്. എനിക്ക് തോന്നുന്നത് കുറേ പേരൊന്നും ഈ കേക്ക് കേട്ടിട്ടേ ഉണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടോ കേൾക്കണത്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ട്രിവാൻഡ്രത്തുള്ള പ്രായമായിട്ടുള്ള ഹസ്ബൻഡും വൈഫും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ തന്നെ കൂടുതലും കഴിച്ചിട്ടുണ്ടാവുക കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അധികം. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും അല്ല കേട്ടോ യൂസ് ആക്കണത്. ഇതിൽ നമ്മൾ ബട്ടർ ക്രീമാണ് യൂസ് ആക്കണത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പായസമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിറന്നാളായിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കണമല്ലോ. പായസം എന്ന് പറയുമ്പോൾ നമ്മൾ അടപ്രഥമനാട്ടോ വെച്ചത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നല്ല കേട്ടോ, ഞാൻ കൊണ്ടുവരാൻ മറന്നു പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അനിയത്തിയോട് വീട്ടിൽ നിന്ന് അയക്കാൻ പറഞ്ഞിട്ട് അയച്ചു തന്നതാണ് കേട്ടോ അവർ. അങ്ങനെ പായസമൊക്കെ ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കെന്ന് പറയണത് വലിയ പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തീരും കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾ ബർത്ത്ഡേ കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. എനിക്കും പിന്നെ എൻ്റെ അനിയത്തിക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾക്ക് ഇവർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ നാളെ 2 പിള്ളേർക്ക് എക്സാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പഠിക്കാണ്ട്. ചെറുതിനെ പഠിപ്പിക്കാനാണ് ഭയങ്കര പാട് കേട്ടോ. അവൾക്ക് നാളെ ഇംഗ്ലീഷ് ഓറലാണ്. ഓറൽ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതൊന്ന് ഒതുങ്ങി ഇരുന്ന് തരൂല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കേക്ക് ഡെക്കറേഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വയ്യായിരുന്നു, ഞാൻ പറഞ്ഞില്ല തലവേദനയായിരുന്നു എന്ന്. പക്ഷേ അനിയത്തി അവിടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് അടിപൊളി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. പിന്നെന്താ, ഉമേഷിനെ കാത്തിരുന്ന് ലേറ്റായിപ്പോയി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടൽ കരിയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുട്ട പൊരിച്ചിട്ട് ചോറുണ്ണാന്ന് വിചാരിച്ചു. ചോറുണ്ണുമ്പോഴേക്കിനും ഉമേഷ് എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ കേക്ക് കണ്ടിട്ട് ഞാൻ ഇതിന് പറഞ്ഞത് എന്താണെന്ന് പറയുക, ഈ അമ്മയ്ക്ക് വേറെ കേക്ക് ഉണ്ടാക്കിക്കൂടെ, ഈ കേക്കാണ് ഉണ്ടാക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മാത്യൂസ് കേക്ക് ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നൈനും നൈഹുവിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാൽ ശരി, ടാറ്റ ബൈ ബൈ. ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.